ഹായ്, ഇന്ന് ചപ്പാത്തിക്കും പൊറോട്ടയുടെയും കൂടെ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ് മഷ്റൂം കുരുമുളകിട്ടത്. കൂൺ കുരുമുളകിട്ടത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. നല്ല സൂപ്പർ ഡിഷാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണോളം ഗാർലിക്ക് ചോപ്പ് ചെയ്തിടുന്നുണ്ട്. ഗാർലിക്ക് കുറച്ച് നല്ലോണം ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നന്നായി ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു ഒനിയൻ ചോപ്പ് ചെയ്തതാണ് ഇടുന്നത്. ഞാൻ ഒരുപാട് തിന്നായിട്ടൊന്നല്ല ചോപ്പ് ചെയ്തിരിക്കുന്നത്. 2 പച്ചമുളകും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്ത് ഗോൾഡൻ കളർ ആവണം. അതുവരെ നമുക്കതിനെ ഒന്ന് വഴറ്റണം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഈ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി ചേർക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇതിൽ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. എരിവിനായിട്ട് അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂണിനെ കഴുകി വൃത്തിയാക്കിയിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ പാടില്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ലാതെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിനേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ മഷ്റൂമിനെ കഴുകിയിട്ട് ചുടുവെള്ളത്തിലാണ് ഇടുന്നത് എങ്കിൽ ഇതിനെ ഒന്ന് പിഴിഞ്ഞിട്ട് വേണം ഇടാൻ. ഇല്ല എങ്കിൽ മഷ്റൂം ഭയങ്കര സോഗിയായി പോകും. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മഷ്റൂം സോഗിയായിട്ട് അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ ഫുള്ളായിട്ട് പോകും. അപ്പോൾ ഇതാ 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിരുന്നു. ഇപ്പോൾ ഇതാ റെഡി ആയി വരുന്നുണ്ട്. അതിനെ ഒന്ന് കണ്ടോ, ആ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത്രയും വെള്ളം നമുക്ക് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായി ഒന്ന് വറ്റട്ടെ. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വറ്റി. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മസാലകൾ മാത്രമേ ഇതിലിടുന്നുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം. അപ്പോൾ ആ മസാലയും കൂടി അതിലേക്ക് നന്നായി ഒന്ന് പിടിക്കട്ടെ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാവുന്ന ഒരു ഡിഷാണ് കേട്ടോ. 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനതിനെ തുറന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ആ മസാലയൊക്കെ നല്ലവണ്ണം ആ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തുറന്ന് വെച്ച് ആ വെള്ളം ഫുള്ള് പോയി ഒന്ന് താഴെയൊക്കെ ഒന്ന് ക്രിസ്പി ആവുന്നവരെ നമുക്ക് വെക്കാം. ഇപ്പം ഇതാ 5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചപ്പോൾ താഴെയൊക്കെ നന്നായി ഒന്ന് ക്രിസ്പിയായി നമ്മുടെ കൂൺ കുരുമുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് തോളിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തോളിച്ചാൽ മതി. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് കാണിക്കുക. ഇതൊരു സൂപ്പർ ഡിഷാണ് കേട്ടോ. ഇനി നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഇതിനെ ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല കുരുമുളകിൻ്റെയും ആ ചെറുതായിട്ട് മസാലയുടെയും പച്ചമുളകിൻ്റെയും വെളിച്ചെണ്ണയുടെയും കൂടി നല്ലൊരു ഫ്ലേവറിൽ നല്ലൊരു ടേസ്റ്റിൽ തന്നെ ഈ കറി വന്നിട്ടുണ്ട്. ചെറിയൊരു ക്രിസ്പിനെസ്സിൽ സോഗിയൊന്നും ആവാതെ സൂപ്പർ ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടുവെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.